ശ്രീ വി ടി ബൽറാം എത്രത്തോളം അൺപ്രൊഫഷണലായി ഒരു കാര്യം ചെയ്യാമെന്നതിൻ്റെ ഉദാഹരണമാണ് മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടലുകളും എന്നത് വലിയ വിമർശനമായി ഉയർന്നു വരികയാണ്. മെസ്സി വരുമോ ഇല്ലയോ എന്ന കാര്യത്തിലൊക്കെ വലിയ അനിശ്ചിതത്വം നിൽക്കുന്നു. അർജന്റീനൻ ടീമുമായി ബന്ധപ്പെട്ട അവരുടെ ഫിക്സേഴ്സിൽ ഇതുവരെയും കേരളവുമായി ബന്ധപ്പെട്ട ഒന്നും വ്യക്തമാക്കുന്നുമില്ല. താങ്കൾക്കൊരു ഫുട്ബോൾ ആരാധകൻ കൂടിയായ താങ്കൾക്ക് ഈ വിഷയത്തെ ഇങ്ങനെയായിരുന്നോ കൈകാര്യം ചെയ്യേണ്ടത്? എന്താണ് തോന്നുന്നത്? മെസ്സി കേരളത്തിൽ വരാനുള്ള സാഹചര്യമില്ല, അല്ലെങ്കിൽ അതിന്റെ സാധ്യത കുറവാണ് എന്നുള്ള ഒരു വാർത്ത ഇന്നലെ തൊട്ട് പുറത്തു വന്നതോടുകൂടി തന്നെ യഥാർത്ഥത്തിൽ കേരളത്തിലെ കായിക പ്രേമികൾ മുഴുവൻ നിരാശയിലാണ്. കാരണം അങ്ങനെ ഒരു നിരാശ ഉണ്ടായത് വലിയൊരു പ്രതീക്ഷ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കപ്പെട്ടിരുന്നു എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു നിരാശയല്ല. മെസ്സി വരും എന്ന് പറയുന്ന തരത്തിലുള്ള വളരെ വിപുലമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഇവിടെ നടന്നിരുന്നു. സർക്കാരും മന്ത്രിയും തന്നെ മുന്നിട്ട് ഇറങ്ങി അത് വളരെ നിരവധി തവണ ആവർത്തിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ള ഒരു സാഹചര്യം ഉരുത്തിരിയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ അതിനെക്കുറിച്ചുള്ള സംശയം വരുമ്പോൾ തന്നെ ആളുകൾക്ക് നിരാശയുണ്ടാവുന്നത്. അപ്പൊ അതിൽ ഗവൺമെന്റ് കുറച്ചുകൂടി ഒരു അവധാനത കാണിക്കണമായിരുന്നു, ഉത്തരവാദിത്തം കാണിക്കണമായിരുന്നു എന്നുള്ളത് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. അപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ മെസ്സിയെ പോലെ ലോകത്തെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള, ഏറ്റവും കൂടുതൽ ശ്രദ്ധേയനായിട്ടുള്ള ഒരു താരം വരിക എന്ന് പറയുമ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് നടക്കേണ്ട അതിന്റെ ഹോംവർക്കുകളുണ്ട്, അതിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ ഒരു വർഷമെങ്കിലും മുമ്പ് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മെറ്റിക്കുലസ് ആയിട്ട് പ്ലാൻ ചെയ്ത് അതിന്റെ വിശദാംശങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ മൈന്യൂട്ടായിട്ട് അതിനെ കുറിച്ച് വിലയിരുത്തുകയും അതിന്റെ പിഴവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. ഇപ്പോഴും ഇത് സ്പോൺസർമാർ ചെയ്തോളും എന്ന് പറഞ്ഞ് അവരുടെ ഉത്തരവാദിത്തം മാത്രമാണ് എന്ന് പറഞ്ഞ് കായിക വകുപ്പ് മന്ത്രി കൈകഴുകുകയാണ്. അതിനെതിരായിട്ടാണ് വിമർശനം ഉയരുന്നത്. അപ്പം ഈ സ്പോൺസർമാരായി നിയമിക്കപ്പെട്ടിരുന്ന ആളുകൾ, റിപ്പോർട്ടർ ടിവിയുമായി ബന്ധപ്പെട്ട ആളുകള്, അവരുടെ ഒരു മൊത്തത്തിലുള്ള ക്രെഡിബിലിറ്റി ഇതിലൊരു വിഷയമായി തന്നെ ഉയർന്നു വരുന്നുണ്ട്. അവർ മുൻപ് നടത്തിയ പല പ്രവർത്തനങ്ങളും ഒരു ഷെയ്ഡി ക്യാരക്ടറിലുള്ളതായിരുന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ ക്രെഡിബിലിറ്റി ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അവർ പൈസ അടച്ചില്ല. ഇപ്പൊ ഇന്നലെ അതിന്റെ മുതലാളി വന്ന് പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് നെഗറ്റീവ് വാർത്തകൾ വരുന്നതാണ് കുഴപ്പം, എല്ലാവരും പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ മാത്രം നൽകണം, അല്ലെങ്കിൽ നെഗറ്റീവ് വാർത്ത കണ്ടു കഴിഞ്ഞാൽ മെസ്സിയും ടീമും ഇവിടേക്ക് വരില്ല എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ബാലിശമായിട്ടുള്ള വാദഗതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ മെസ്സിയുടെ അടക്കമുള്ള ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ ടീമുകളുടെ അതിന്റെ വിദേശ പര്യടനം, പ്രദർശന മത്സരങ്ങള്, അതിന്റെയൊക്കെ ഷെഡ്യൂളുകള് ഫിഫയുമായിട്ട് ആലോചിച്ച് ലോകകപ്പിന്റെ ക്വാളിഫയിങ് റൗണ്ടുകൾ വരാനിരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രം തീരുമാനിക്കപ്പെടേണ്ട കാര്യമാണ്. അപ്പൊ അതിലൊരിക്കലും ഒരു അനിശ്ചിതത്വത്തിന് സാധാരണഗതിയിൽ സ്കോപ്പില്ല. അനിശ്ചിതത്വം ഉണ്ടായത് ഇവിടെ ഉള്ള കാര്യങ്ങളിൽ നടത്തിയ ഒരു വീഴ്ച കൊണ്ട് തന്നെയാണ് എന്ന് പറയേണ്ടതായിട്ട് വരികയാണ്.